ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ 16-ാം വാർഡായ തുരുത്തിയിലാണ്. പരാജയം മുന്നിൽ കണ്ടപ്പോൾ ഇപ്പോൾ ലീഗ് വിരോധികൾ ആകെ പ്രചരിപ്പിക്കുന്നത് പുറത്തെ സ്ഥാനാർത്ഥി എന്നാണ്. ആ വാർഡിലെ വോട്ടർമാർക്ക് വേണ്ടത് ഷാഹിനയെ തന്നെയാണ്. വാർഡിൽ വികസന വിപ്ലവങ്ങൾ തീർത്ത് അതിവേഗം മുന്നേറുമ്പോൾ എതിർകക്ഷികളുടെ വായ അടഞ്ഞിരിക്കുകയാണ്. തുരുത്തി INLന്റെ ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞു നടക്കുമ്പോൾ കഴിഞ്ഞ 3 വർഷം INLന് മന്ത്രി ഉണ്ടായിരുന്നു. ആ മന്ത്രിക്ക് കാസർഗോഡിന്റെ ചുമതലയുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ മന്ത്രിയെ ഉപയോഗിച്ച് 16-ാം വാർഡിലേക്ക് എന്ത് വികസനം കൊണ്ടുവന്നു? ഉത്തരം വട്ടപൂജ്യം. മന്ത്രി ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത നിങ്ങളെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയാൻ 16-ാം വാർഡുകാർ തീരുമാനിച്ചു കഴിഞ്ഞു. നാടറിഞ്ഞു, നാടിനെ അറിഞ്ഞു. ഉറച്ച ശബ്ദത്തോടെ, ഉയർന്ന ചിന്തയോടെ, വികസനവും നന്മയും കരുതലും ചേർന്ന ആത്മവിശ്വാസത്തോടെ UDF സ്ഥാനാർത്ഥി ഷാഹിന സലീം 16-ാം വാർഡിന് പ്രിയങ്കരിയാകുന്നു. തുരുത്തിയിൽ മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ യുവസംഗമത്തിലെ വാക്കുകൾ കേൾക്കാം. ഇവിടെ ഒരുപാട് അവസരങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ചന്ദ്രഗിരി പുഴയെ വലയം വെച്ച് ഈ ഒരു പ്രദേശത്ത് ഒരുപാട് അവസരങ്ങളുണ്ട്. ടൂറിസ്റ്റ് മേഖലയിലൊക്കെ ഒരുപാട് അവസരങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണ് തുരുത്തി. ഈ തുരുത്തിയിലേക്ക് ഒരുപാട് വികസന പദ്ധതികൾ നേരത്തെ നമ്മുടെ മുൻ കൗൺസിലർമാരൊക്കെ നടത്തിയിട്ടുണ്ട്. അതിന് മുന്നോടിയായി തന്നെ എനിക്ക് എന്റെ പാർട്ടി നൽകിയ പ്രചോദനവും അതുപോലെ തന്നെ എനിക്ക് പൊതുപ്രവർത്തനത്തിൽ എനിക്ക് കിട്ടിയ പരിചയ സമ്പത്തും വെച്ച് ഒരുപാട് നല്ല നല്ല വികസനങ്ങൾ കാഴ്ചവെക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ അനുസൃത രീതിയിൽ ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അതിന് ആദ്യം വേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളാണ്, നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട വോട്ടുകളാണ്. അതൊക്കെ നൽകണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവണം. കായിക മേഖലയിലൊക്കെ ഒരുപാട് കായിക താരങ്ങളെ വാർത്തെടുക്കാൻ ഈ നാടിന് സാധിച്ചിട്ടുണ്ട്. യൂസഫിനെ പോലെയുള്ള ഒരുപാട് കായിക താരങ്ങൾ ഇവിടെ വളർന്നു വന്നിട്ടുണ്ട്. സ്റ്റേറ്റ് മേഖലയിലൊക്കെ എത്തിയ ഒരുപാട് താരങ്ങൾ ഇവിടെയുണ്ട്. നമുക്കറിയാം, ഇവിടെ ചെറിയൊരു ഗ്രൗണ്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ചെറിയൊരു മിനി സ്റ്റേഡിയമാക്കി മാറ്റണം. ആ മിനി സ്റ്റേഡിയമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ തീർച്ചയായും ഈ വാർഡിൽ നിന്ന് വിജയിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും ഏണി ചിഹ്നത്തിന് നൽകി ഷാഹിന സലീമിനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.